പക്ഷേ ഈ കീഴിന്റെ ഫലവുമായി ബന്ധപ്പെട്ട് ഈ സർവകലാശാലയുടെ ചാൻസലർ ഇഷ്യൂ എന്നല്ലോ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ശ്രദ്ധക്കുറവല്ലേ. കാരണം പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചു, ഫലം പ്രഖ്യാപിച്ച് തൊട്ട് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയാൽ അത് ലീഗലി ഡംപിയപ്പെട്ടാൽ നിൽക്കാത്ത മനസ്സിലാക്കാനുള്ള ഒരു വിവേകമൊക്കെ സർക്കാരിനും മുഖ്യമന്ത്രിക്കും വേണ്ടേ? പ്രോസ്പെക്റ്റിൽ തന്നെ ആവശ്യമായ മാറ്റം വരുത്താം എന്നുള്ളതാണ്. പ്രോസ്പെക്റ്റിന് മാത്രം പ്രശ്നമല്ല, അത് പ്രോസ്പെക്റ്റിൽ തന്നെ മാറ്റം വരുത്താം എന്നിരിക്കെ അതിനാവശ്യമായ മാറ്റം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഫലപ്രഖ്യാപനത്തിന് മണിക്കൂർ മുമ്പ് മാറ്റിപ്പോ അത് ഫീസ് ഘടന പോലുള്ള കാര്യങ്ങളല്ലോ മാറ്റുന്നത്. ഫലപ്രഖ്യാപന രീതി തന്നെ, മാർക്ക് സമീകരണം തന്നെയല്ലേ മാറ്റുന്നത്. അല്ല, മാർക്ക് സമീപനം മാറണം എന്നാണല്ലോ കേരളം മുഴുവൻ ആഗ്രഹിച്ചത്. ആഗ്രഹിച്ചതിന്റെ ഭാഗമായിട്ടാണല്ലോ മാറ്റാൻ തീരുമാനിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, പ്രോസ്പെക്റ്റിൽ തന്നെ ഉൾച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ആവശ്യമായ മാറ്റം വരുത്താമെന്നാണ് ഗവൺമെന്റിന്. അതിൽ പിന്നെന്തില്ല എന്ന് പറയുന്നത്. അതല്ല, ഇത്തരം ഒരു കേരളത്തിലെ കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ താല്പര്യം മുൻനിർത്തിയുള്ള മാറ്റമാണെങ്കിൽ എന്തുകൊണ്ട് അത് നേരത്തെ ആലോചിച്ചിട്ടില്ല? അല്ലെ, ഇനിയിപ്പോഴും മുൻകൂട്ടി ആലോചിക്കൽ മാത്രമേ വഴിയുള്ളൂ എന്നാണ് ഇപ്പം കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പ്രത്യേകിച്ച് പറഞ്ഞത്. ഓരോന്നും അങ്ങനെയല്ലേ പഠിക്കുക, അനുഭവത്തിന്റെ വെളിച്ചത്തിലല്ലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അത് അവരോട് ചോദിച്ചാൽ മതി. നമ്മുടെ മുമ്പിൽ വന്ന പ്രശ്നം കോടതി വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ പ്രശ്നമായത്. അല്ലാതെ അവരാരും പഠിക്കുന്നതും പഠിക്കാതെ കൊണ്ടല്ല. കോടതി വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടപ്പിലാക്കാനാവാത്ത സാഹചര്യം വന്നു. കേരളത്തിലെ കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമം യഥാർത്ഥത്തിൽ പ്രായോഗികമായില്ല. അപ്പോൾ നമുക്ക് അത് മുൻകൂട്ടി, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇനി മുൻകൂട്ടി ആലോചിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി അടുത്ത പ്രാവശ്യമാകുമ്പോഴേക്ക് നമുക്ക് കേരളത്തിലെ കുട്ടികളുടെ കേരള സിലബസുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കുട്ടികളുടെ താല്പര്യത്തിന് കൂടി ഉതകുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. പരിചയ കുറവുണ്ട്, പരിചയം നല്ല പരിചയമാണല്ലോ. പരിചയത്തിലൊന്നും ഒരു കുഴപ്പമില്ല. അതെ, കമ്മിറ്റി പരിശോധിച്ചതാണ്. ആ കമ്മിറ്റി വെച്ച് പരിശോധിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രോസ്പെക്റ്റിന്റെ അകത്ത് തന്നെ ആവശ്യമായ മാറ്റം വരുത്തണം എന്ന് കണ്ടത്. കാരണം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതുകൂടി ചേർത്തുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ്. അത് പ്രോസ്പെക്റ്റിലുണ്ട്, അത് ഇല്ലാന്ന് പറയുന്നതല്ല ശരിയില്ല. അത് പ്രോസ്പെക്റ്റിൽ തന്നെ ആ ഭാഗമുണ്ട്. ഫെബ്രുവരി 11-നാണ് പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും കാലങ്ങളുണ്ടായി. ഈ കാലത്തൊന്നും ചെയ്യാതെ 11 മണിക്കൂറിലാണ് ചെയ്യുന്നത്. അല്ല, അഡ്മിഷന്റെ ഘട്ടം വരുമ്പോഴല്ലേ അതിനെപ്പറ്റി കൃത്യമായിട്ട് കാര്യം മാറ്റേണ്ടിയുള്ളൂ. മാറ്റുന്നത് മുൻകൂട്ടി. അതെ, ഫലപ്രഖ്യാപനം തന്നെ ഞാൻ പറഞ്ഞത്. ഫലപ്രഖ്യാപനം വരുമ്പോഴേക്ക് തന്നെയല്ലേ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത്. അത് വ്യക്തത വരുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് കോടതി ഇടപെട്ടിട്ട് അത് റദ്ദ് ചെയ്തത്. അപ്പോൾ അപ്പീൽ പോയപ്പോൾ അത് അങ്ങനെ അംഗീകരിച്ചു. പിന്നെ അപ്പീൽ പോകേണ്ടത് സുപ്രീം കോടതിയിലേക്കാണ്. സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോഴത്തെ കുട്ടികളുടെ ഭാവിയെ അത് കൂടുതൽ പ്രതികൂലമായിട്ടാണ് ബാധിക്കുക. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അപ്പീലൊന്നും പോകേണ്ടതില്ല, അത് അതേപോലെ തന്നെ കോടതി വിധിക്കനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അത്രയേ ഉള്ളൂ. അത് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് നല്ല നിലയിൽ അത് കൈകാര്യം ചെയ്യാം. നിങ്ങൾക്ക് എപ്പോൾ പെശ കണ്ടുപിടിക്കാനുള്ള തിരക്കാണ്. ഓരോ ആപ്പ് ഓരോന്ന് കണ്ട് അതിൽ പെശ ഉണ്ടായിട്ടുണ്ടോ, ഇതിൽ പെശ ഉണ്ടായിട്ടുണ്ടോ എന്താ കാര്യം. അതിൽ നിങ്ങൾക്ക് ഒന്നാം ക്ലാസ് പറയാൻ കിട്ടും. ഇല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റ് ഗ്യാരണ്ടിയോടുകൂടി ലഭിക്കുന്നതല്ലോ മുമ്പോട്ടേക്ക് വരുമ്പോഴുള്ള അവരുടെ മാനസികാവസ്ഥ. അത് സ്വാഭാവികമായിട്ട് 7 1 അവർക്ക് അത് ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് ഇത് തിടുക്കപ്പെട്ടതല്ല. എത്രയോ കാലമായിട്ട് കേരളം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും കുട്ടികൾ ശക്തിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ മാധ്യമങ്ങളും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സംബന്ധിച്ചാണ് ഗവൺമെന്റ് ഇടപെട്ടത്. അതിനടിസ്ഥാനപ്പെടുത്തി അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റി നിശ്ചയിച്ചത്. വരട്ടുവാദമൊന്നുമല്ല, ശരിയായ വാദമാണ്. നിങ്ങൾ വെറുതെ ആളുകളെ വിഷമിപ്പിക്കണ്ട. ആ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടുന്ന കുട്ടികളാ. അയ്യേ ഞാൻ ഇങ്ങനെയായി പോയല്ലോ എന്നൊരവസ്ഥ പോസിറ്റീവായ കാര്യം നിങ്ങളൊന്നും മനസ്സിലേ ഇല്ല.
നെഗറ്റീവായ കാര്യം മാത്രം പറഞ്ഞിട്ട് ആ കുട്ടികളെയൊക്കെ എന്തിനാണ് വിഷമിപ്പിക്കുന്നത്? അവർക്ക് കുറച്ച് ആളുകൾക്ക് പിന്നോക്കം പോകും എന്നുള്ളത് ശരിയാണ്. ഞാൻ പറഞ്ഞു നേരത്തെ. അല്ല, എല്ലാവരോടും തമ്മിലാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നെഗറ്റീവ് ആവേണ്ട യാതൊരു കാര്യമില്ല. ശരി. നോക്കാം നിയമപരമായ എങ്ങനെയൊക്കെയാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. യൂണിവേഴ്സിറ്റിയുടെ സ്വയംഭരണാവകാശം വളരെ പ്രധാനമാണ്. അതിലിപ്പോ പല നിയമനിർമ്മാണങ്ങളും അംഗീകരിച്ച് വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അപ്പോ അതൊക്കെ സിൻഡിക്കേറ്റാണ് അതിന്റെ അവസാന വാക്ക്. അവിടെ വൈസ് ചാൻസലർക്ക് അവകാശമില്ലാത്ത കാര്യമാണ് വൈസ് ചാൻസലർ ചെയ്തത്. എല്ലാവർക്കും അറിയാലോ. ഇല്ല, ഒറ്റ കസേരയേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. അയാൾക്കെല്ലാം ഫയൽ നീക്കിയിട്ടുണ്ട്, ഒപ്പിട്ടിട്ടുണ്ട്. ആര്? നോക്കാം. അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും ശക്തിയായ ഇടപെടലാണ് അതെല്ലാം സൂചിപ്പിക്കുന്നത്. അല്ലാണ്ട് എന്താ, സ്വയംഭരണാവകാശമുള്ള സിൻഡിക്കേറ്റും അതുപോലെ തന്നെ കൃത്യമായിട്ട് സർവകലാശാലയില്ലേ കേരളത്തിലുള്ളത്. അതിന് മേലെ കുതിര കയറാൻ വേണ്ടി RSSന്റെ തിട്ടൂരമനുസരിച്ച് വൈസ് ചാൻസലർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വൈസ് ചാൻസലറുടെ നിലപാട് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങളുടെ എല്ലാം ഒരു അവസ്ഥയാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയത്. ഇങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന വൈസ് ചാൻസലറല്ലേ നിങ്ങൾ വിമർശിക്കേണ്ടത്? നിങ്ങൾക്ക് എന്താ വിമർശിക്കാൻ പറ്റാത്തത്? അല്ല, നേരത്തെ തന്നെ കൃത്യമായിട്ട് പ്രശ്നം വരാതെ രീതിയിൽ, കോടതിക്ക് ഇടപെടാൻ സൗകര്യമില്ലാത്ത രീതിയിൽ, ഫലപ്രദമായ രീതിയിൽ